ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് usha janome ക്ലീനിങ് ആൻഡ് ഓയിലിംഗ് സെക്ഷനാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാനിതിന് തൊട്ട് മുന്നേ ഈ ഒരു മെഷീൻ്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സ് പറയുന്ന വീഡിയോയും അതുപോലെ തന്നെ ഈ മെഷീൻ്റെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് പാറ്റേൺ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയും അങ്ങനെ 2 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. ഇപ്പോൾ ഒരു മെഷീൻ മേടിക്കാനിരിക്കുന്നവർക്കും അതുപോലെ തന്നെ ഈ മെഷീൻ ഉള്ളവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ മെഷീൻ്റെ മേളിലാണ് നമ്മൾ ഫസ്റ്റ് ക്ലീൻ ചെയ്ത് ഓയിലിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സൈഡിലുള്ള ഈ ഒരു ബട്ടൺസ് ജസ്റ്റ് ഒന്ന് അഴിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു ബട്ടൺ എടുക്കാനായിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു മുട്ടുസൂചി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുകയാണ്. നമ്മൾ മെഷീനിൽ നിന്ന് എന്ത് അഴിച്ചെടുത്താലും അത് കറക്റ്റായിട്ട് സൂക്ഷിച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് പണിയായിട്ട് മാറും. അപ്പോൾ നമ്മൾ ആ ബട്ടൺസ് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു സ്ക്രൂവും കൂടെ നമുക്ക് അഴിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ ആ സ്ക്രൂ അഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അതിൽ പിടിച്ച് നല്ല വലിയൊന്നും കൊടുക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ചെറിയ ക്ലിപ്പൊക്കെ അതിൻ്റെ സൈഡിൽ ലോക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇളക്കി വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിംഗ് ചെയ്യാം. ഈ ഓയിൽ മെഷീനൊക്കെ യൂസ് ചെയ്യുന്ന ഓയിലാണ്. ഇതെനിക്ക് മെഷീൻ മേടിച്ചപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയതായിരുന്നു. ഈ ഓയിൽ മിക്ക ഷോപ്പുകളിലും അവൈലബിൾ ആണ്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ ഓയിലും മണ്ണെണ്ണയും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചാലും മതി. ഇനി നമുക്ക് ഈ ഓയിൽ ഈ മെഷീനിലെ ജോയിൻറ്റിലൊക്കെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, 1-2 ഡ്രോപ്സ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ജസ്റ്റ് ആ ജോയിൻറ്റിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ ക്ലീൻ ചെയ്ത് ഓയിലിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കവർ ചെയ്യുന്ന ഭാഗം കൂടി ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് അതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ കവർ വെച്ചിട്ട് സ്ക്രൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബട്ടണും കൂടി അതിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ മെഷീൻ്റെ മേൽഭാഗം ക്ലീൻ ചെയ്ത് ഓയിലിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം ക്ലീൻ ചെയ്ത് ഓയിലിംഗ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് താഴത്തെ ബോക്സ് അഴിച്ചെടുത്തിട്ട് ഇത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ചെറിയ ചെറിയ നൂലിൻ്റെ പീസൊക്കെ ഇവിടെ ചാടിക്കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലും ചെറിയ ചെറിയ നൂലുകളൊക്കെ കിടക്കുന്നുണ്ട്. അതും നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ആ കേസ് അഴിച്ചെടുക്കുക. എന്നിട്ട് ഈ 2 ക്ലിപ്പ് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള പാർട്സൊക്കെ ജസ്റ്റ് ഒന്ന് അഴിച്ചെടുക്കണം. കണ്ടോ, ഇതിൽ അത്യാവശ്യം പൊടിയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതും കൂടി ഒന്ന് അഴിച്ചെടുക്കുക. ഈ ഒരു പോർഷനൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യേണ്ട ഏരിയ ആണ്. അതിന് മുന്നേ അതിൻ്റെ തൊട്ട് മേളിലുള്ള പ്ലേറ്റ് ഒന്ന് ജസ്റ്റ് അഴിച്ചെടുത്തിട്ട് അവിടെയും കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം താഴത്ത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്.
ആ 2 സ്ക്രൂവും അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്ലേറ്റ് ഇതുപോലെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. കണ്ടോ, ഈ ഒരു പോർഷനിലൊക്കെ നല്ല രീതിയിൽ പൊടിയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ബ്രഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിരിക്കും. അതിൽ പിടിച്ചിരിക്കുന്ന നൂലും അതുപോലെ തന്നെ പൊടികളൊക്കെ നന്നായിട്ട് പോരാനായിട്ട് ഈ ഒരു ബ്രഷ് നല്ല യൂസ്ഫുള്ളാണ്. മേളിൽ ക്ലീൻ ചെയ്ത പോലെ തന്നെ ആ താഴത്തെ റൗണ്ടിലും നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ബ്രഷ് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു തുണിയും വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ മൊത്തം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പ്ലേറ്റ് നമുക്കിതിലേക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. ഇനി ചിലർ ഈ ഒരു പോർഷനിലായിട്ട് ഓയിലിംഗ് ചെയ്ത് കൊടുക്കുന്നത് കാണാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ 3 ഹോൾസും ഡാർണിംഗ് പ്ലേറ്റ് വെച്ച് കൊടുക്കാനുള്ള ഹോൾസാണ്. ഇതിലേക്ക് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ കറക്റ്റ് താഴെയായിട്ട് പ്രത്യേകിച്ച് വേറെ ജോയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് പ്ലെയിനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്ലേറ്റ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് സ്ക്രൂ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 2 ഡ്രോപ്സ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ഈ പോർഷൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ഈ ഒരു പോർഷനും കൂടി നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു ഭാഗം മേളിലേക്കാക്കി വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഈ സൈഡിലുള്ള 2 ക്ലിപ്പും ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇനി ഒരു ഭാഗത്തേക്ക് 1-2 ഡ്രോപ്സ് ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കേസിൽ ബോബിനും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം. അപ്പം നമ്മൾ ഓയിലിംഗ് ചെയ്യേണ്ട എല്ലാ പോർഷൻസും ക്ലീൻ ചെയ്ത് ഓയിലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ബാക്കിയുള്ള പോർഷൻസും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മെഷീൻ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് ഓയിലിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മെഷീൻ ക്ലീൻ ചെയ്ത് ഓയിലിംഗ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ നമുക്ക് നല്ല സ്മൂത്തായിട്ട് കിട്ടും. അതുപോലെ തന്നെ വലിയ കംപ്ലൈൻറ്റുകളൊന്നും വരാതിരിക്കാനും ക്ലീൻ ചെയ്ത് ഓയിലിംഗ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് ക്ലീൻ ചെയ്യാതെ ഓയിലിംഗ് ചെയ്യാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ മെഷീന് തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മെഷീൻ്റെ സൗണ്ടൊക്കെ കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ ഓരോ കംപ്ലൈൻ്റായിട്ട് വരാനും തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മെഷീൻ നല്ല നമുക്ക് സ്മൂത്തായി കിട്ടും. പിന്നെ നേരത്തെ പറഞ്ഞാൽ ഈ മെഷീൻ്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് പാറ്റേൺസും റേറ്റും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കണ്ടു നോക്കുക. പിന്നെ ആ വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് കുറേ പേര് ഈ മെഷീനും കൊണ്ടുള്ള എംബ്രോയ്ഡറി വർക്കൊക്കെ കാണിക്കാൻ പറഞ്ഞായിരുന്നു. അതൊക്കെ ഞാൻ അധികം വൈകാണ്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ പെരുന്നാൾ വരുവാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഡ്രസ്സിൻ്റെ മോഡൽസൊക്കെ സ്റ്റിച്ച് ചെയ്തിടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഈ മെഷീൻ കൊണ്ടുള്ള എംബ്രോയ്ഡറി വർക്കൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.